പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതു മുതൽ ഇറാനിൽ ബോംബുകൾ വർഷിക്കുകയാണ് അമേരിക്ക. ഇസ്രയേലും കുറേ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തിയിരുന്നു. തങ്ങളുടെ മണ്ണിലേക്ക് വരുന്ന ബോംബുകളെയും മിസൈലുകളെയും തടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അത് അമേരിക്ക നൽകിയതുമാണ്. ഇസ്രയേലിൻ്റെ അയൺ ഡോം സംവിധാനത്തിന് സമാനമായ വ്യോമ പ്രതിരോധ രീതിയാണ് ഗൾഫിലും അവലംബിച്ചിട്ടുള്ളത്. എന്നാൽ ഇറാന് കഴിഞ്ഞ മാസം വരെ കാര്യക്ഷമമായ ഒരു സംവിധാനം ഇല്ലായിരുന്നു. അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ അതുകൊണ്ടുതന്നെ ഇറാന് അധികം തടുക്കാനും സാധിച്ചില്ല. കൈവശമുണ്ടായിരുന്നവയെല്ലാം ഉപയോഗശൂന്യമായി. അമേരിക്ക വിചാരിച്ചിടത്തൊക്കെ ബോംബുകൾ വീണു. അങ്ങനെയാണ് ഇറാനിൽ വലിയ നാശമുണ്ടായത്. ഇറാന്റെ തിരിച്ചടി ഒരു കൂട്ടം മിസൈലുകൾ, നൂറുകണക്കിന് സ്വയം വീണ് പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകൾ എന്നിവ ഒരുമിച്ച് അയച്ചുകൊണ്ടാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ കഴിയുന്നതിലും കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും അയക്കുമ്പോൾ ചിലതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് വീഴും. പോരാത്തതിന് വ്യോമ പ്രതിരോധ സംവിധാനം ഇറാന്റെ മിസൈലുകളെ തടുക്കാൻ അയക്കുന്നത് പാട്രിയറ്റ് പോലുള്ള മിസൈലുകളാണ്. ഇവ പൊട്ടിത്തെറിച്ച് വീണ്ടും നാശമുണ്ടാകും. അങ്ങനെയാണ് ഇറാന്റെ ആക്രമണങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ മരണമുണ്ടായത്. ഇറാന് ബോംബുകൾ തടുക്കാൻ ശക്തമായ സംവിധാനമില്ലാത്തതുകൊണ്ടാണ് അവരെ തറപറ്റിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പറഞ്ഞത്. എന്നാൽ ഓരോ തവണയും ശക്തി കൂട്ടിയെത്തുന്ന ഇറാനെയാണ് ലോകം കാണുന്നത്. ഇപ്പോൾ അങ്ങോട്ട് കയറി അടിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വൈറ്റ് ഹൗസിലേക്ക് എത്തിയ ദിവസം തന്നെ ഇറാൻ ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്താൻ ശ്രമിച്ചു. യുദ്ധത്തിൽ കൂടുതൽ തയ്യാറെടുപ്പോടെയാണ് ഇറാൻ ഇത്തവണ ഇറങ്ങുന്നത് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനിടെയാണ് ചൈനയിൽ നിന്ന് വ്യോമ പ്രതിരോധ മിസൈലുകൾ വാങ്ങാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാന് സ്ഥാപിക്കാനായത് കഴിഞ്ഞ മാസമാണ്. ഹോർമൂസ് പ്രദേശത്ത് സ്ഥാപിച്ച സംവിധാനം റഷ്യയിലോ ചൈനയിലോ നിന്ന് കിട്ടിയതാണ് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അമേരിക്കയുടെ വലിയ വിലയുള്ള MQ-9 പ്രിഡേറ്റർ ഡ്രോണിനെ ഹോർമൂസിലെ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടുവെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അമേരിക്ക ഈ വാർത്തയോട് പ്രതികരിച്ചിരുന്നില്ല. കാസ്പിയൻ കടൽ വഴി കപ്പലിൽ റഷ്യയിൽ നിന്ന് പല ആയുധങ്ങളും സാങ്കേതിക സഹായത്തിനുള്ള വസ്തുക്കളും ഇറാന് നിർലോഭം ലഭിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നതാണ്. അതിൽ ഒരു കപ്പലിനെയാണ് ഉക്രൈൻ അടുത്തിടെ ആക്രമിച്ചത്. പുതിയ വെടിക്കോപ്പുകൾ അമേരിക്കയുടെ ബോംബുകളിൽ നിന്ന് സംരക്ഷിക്കാനാണ് പുതിയ വ്യോമ പ്രതിരോധവും അതിനുള്ള മിസൈലുകളും ചൈനയിൽ നിന്ന് വാങ്ങുന്നത് എന്ന് ചില പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ തകർന്ന തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചൈനീസ് നിർമ്മിതമായ തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന അഥവാ ഷോൾഡർ ഫയർഡ് വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾ, അതായത് മാൻ പാർട്സ് വാങ്ങാൻ ഇറാൻ ഒരുങ്ങുന്നത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇതിൻ്റെ ആദ്യ ഗഡു അടുത്ത ആഴ്ചകളിൽ തന്നെ ഇറാനിൽ എത്തിയേക്കും. 60 മുതൽ 70 ദശലക്ഷം ഡോളർ വരെ വിലമതിക്കുന്ന ചൈനയുമായുള്ള ഈ കരാർ അമേരിക്കൻ സംഘർഷത്തിന് ശേഷം ഇറാൻ നടത്തുന്ന ഏറ്റവും വലിയ പ്രതിരോധ സംഭരണമാണ്. ചൈനീസ് നിർമ്മിത QW-12 FN-16 മിസൈലുകൾ ഉൾപ്പെടെ 300 മുതൽ 400 വരെ മാൻ പാഡ്സ് കൈമാറുന്നതാണ് ഈ കരാർ. ഇൻഫ്രാറെഡ് രശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നവയാണ് ഇത്. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഈ മാൻപാഡുകൾ നിർവീര്യമാക്കുന്നത്. തോളിൽ വെച്ച് പ്രവർത്തിക്കാവുന്നതായതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനും പ്രയാസമല്ല. മലകളിൽ നിന്നുകൊണ്ട് ബോംബാക്രമണം നടത്തുന്ന വിമാനങ്ങളെ ആക്രമിക്കാനും കഴിയും. ചെറിയ സംഘങ്ങൾക്ക് എളുപ്പത്തിൽ കൊണ്ടുനടക്കാനും വേഗത്തിൽ പ്രവർത്തിപ്പിക്കാനും കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടബിൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറെ നിർണായകമാണ്. റഷ്യൻ സൈനിക ടാങ്കുകളെ നശിപ്പിക്കുന്നതിൽ ഉക്രൈനെ സഹായിക്കുന്നത് മാൻപാഡുകളാണ്. ആധുനിക യുദ്ധക്കളങ്ങളിൽ കൊണ്ടുനടക്കാവുന്ന വായു പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുന്നു എന്ന് പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിക്കുന്നു. കാരണം ഇവ വേഗത്തിൽ വിന്യസിക്കാനും ചെറിയ സംഘങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാനും ഇടയ്ക്കിടെ സ്ഥാനം മാറ്റാനും സാധിക്കും. സ്ഥിരമായി സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇവയെ കണ്ടെത്താനും നശിപ്പിക്കാനും വളരെ പ്രയാസമാണ്. സംഘർഷ സമയത്ത് ശത്രു ലക്ഷ്യം വയ്ക്കാവുന്ന സൈനിക താവളങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ, മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും മാൻപാഡുകളെ അതിവേഗം വിന്യസിക്കാനും സാധിക്കും. ഹോങ്കോങ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചോങ്ഖിങ് ബാവോഷാങ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയാണ്
ചൈനീസ് വിതരണക്കാരും ഇറാനും തമ്മിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത്. അതേസമയം റിപ്പോർട്ടുകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നും സമാധാനം നിലനിർത്താനാണ് എപ്പോഴും ശ്രമിക്കുന്നത് എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലായി നടന്ന കനത്ത പോരാട്ടത്തിൽ ഇറാന്റെ മിസൈൽ, ഡ്രോൺ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വലിയ തോതിൽ തകർക്കപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശക്തമായ ആക്രമണങ്ങൾ നടത്തി. പക്ഷേ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാജ്യം പുതിയ പ്രതിരോധ ആയുധങ്ങൾ തേടുന്നത്. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി കരമാർഗമോ വ്യോമമാർഗമോ ആയുധങ്ങൾ ഇറാനിലെത്തിക്കും. എന്നാൽ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് വ്യോമ പ്രതിരോധ ആയുധങ്ങൾ കടത്തുന്നതായി പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും കെട്ടിച്ചമച്ചതും വ്യാജവുമാണ് എന്നാണ് പാകിസ്ഥാൻ സൈനിക പബ്ലിക് റിലേഷൻസ് വിഭാഗം വ്യക്തമാക്കിയത്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇറക്കുമതിക്ക് മേൽ വർഷങ്ങളായി ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും നിലനിൽക്കുമ്പോഴും ആഭ്യന്തര ആയുധ ഉൽപ്പാദനത്തെയും വിദേശ വിതരണക്കാരെയും ആശ്രയിക്കുന്ന രീതി ഇറാൻ തുടരുന്നുവെന്ന് ഈ കരാർ വ്യക്തമാക്കുന്നു. കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ക്രൂസ് മിസൈലുകൾ സ്വന്തമാക്കാൻ ചൈനയുമായി ഒരു പ്രത്യേക കരാറിലെത്തുന്നതായി റോയിട്ടേഴ്സ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ്.